നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ പാർട്ടി മത്സരിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച സാഹചര്യത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. BJP നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ ശക്തനായ ഒരു നേതാവിനെ നിർത്തുകയാണ് എങ്കിൽ കരുത്ത് തെളിയിക്കാൻ സാധിക്കും, അവിടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ട് വിഹിതം ഉയർത്തിയ ചരിത്രമുള്ള നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രന് വിജയ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വം അടക്കം സമ്മതിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് പുറമെ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട C കൃഷ്ണകുമാറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെയും പരിഗണിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ആയിക്കോട്ടെ, അവിടെയെല്ലാം വോട്ട് വിഹിതം ഉയർത്തുന്ന ഒരു പതിവ് ശോഭാ സുരേന്ദ്രനുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മണ്ഡലത്തിൽ സുപരിചിതയാണ് എന്നുള്ളത് ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ വീണ്ടും ശക്തമാക്കുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന BJPയെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു. 2011 പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 19.86% വോട്ടുകളായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 2016 ഇവിടെ മത്സരിക്കാൻ എത്തിയ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 29.08% ഉയർത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സസ്പെൻസ് സമ്മാനിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. അവിടെ മെട്രോമാൻ E ശ്രീധരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിലിനെതിരെ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ മെട്രോമാന് സാധിച്ചിരുന്നു. 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഷാഫി ഇവിടെ വിജയിച്ചു കയറിയിരിക്കുന്നത്. CPMലെ CP പ്രമോദ് മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 3859 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9707 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 9707 വോട്ടുകളുടെ ലീഡ് അവർക്കുണ്ട്. രണ്ടാം സ്ഥാനത്തെത്തിയത് പക്ഷേ BJP തന്നെയാണ്. കേരളത്തിൽ UDFന് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നിട്ട് പോലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 10,000 കടക്കാൻ സാധിച്ചില്ല എന്നുള്ളത് BJPക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ശോഭയെ പോലെ ഒരു നേതാവ് എത്തിയാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറുവശത്ത് ഷാഫി അല്ല എന്നുള്ളതും ഇവർ നേട്ടമായി തന്നെയാണ് കാണുന്നത്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിനി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ നഗരസഭ ഭരിക്കുന്നത് BJP തന്നെയാണ്. മാത്തൂരും പിരായിനിയും UDF ഭരിക്കുമ്പോൾ കണ്ണാടി മാത്രമാണ് CPMനൊപ്പമുള്ളത്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പാർട്ടിയുടെ വോട്ട് വിഹിതം ഒറ്റയ്ക്ക് ഉയർത്താൻ സാധിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കണ്ടതാണ്. ആലപ്പുഴയിൽ മത്സരിച്ച് BJPയുടെ വോട്ട് വിഹിതം 17.24% നിന്നും 28.3% ഉയർത്താൻ ശോഭാ സുരേന്ദ്രൻ സാധിച്ചിരുന്നു. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്, വമ്പൻ പദ്ധതികളാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളം.